everyone, welcome to my channel Australian Junction. ഇന്ന് സാറ്റർഡേ ആണ്. അശ്വിൻ സിഡ്നി പോയിരിക്കുക. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ കോഫി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബ്രിസ്ബൻ സിറ്റി ഒന്ന് കറങ്ങാം. അപ്പോൾ ഇപ്പോൾ സമയം 12:30. ഒരു 2:15 ആകുമ്പോഴത്തേനും അവിടെ ഒരു ക്ലോക്ക് ടവറിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്താൽ മാത്രമേ കയറ്റുള്ളൂ എന്ന് എൻ്റെ ഫ്രണ്ട് റോഷിനി പറഞ്ഞു. അപ്പോൾ കോഫി ഇവിടെ ഉണ്ട്. എവിടെ കോഫി? ആ രാവിലെ ഞങ്ങള് ഓട്ടവും ചാട്ടവും നടക്കാൻ പോക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ കോഫിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു, വീടൊന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാൻ വെച്ചിട്ടൊന്ന് പോയേക്കാം. ഞാൻ കാർ എടുക്കുന്നില്ല, കാർ എടുക്കും, എന്നിട്ട് കോഫിൻ്റെ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ റോഷനിയും ബോസിൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട്, കാരണം ഇന്നിപ്പോൾ സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ട് സിറ്റിയിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ എനിക്ക് ട്രെയിനിൽ കയറി പോകാനൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ സ്റ്റേഷനിൽ, ബാംഗ്ലൂർ സ്റ്റേഷനിൽ വണ്ടി ഇട്ടിട്ട് ട്രെയിൻ കയറി പോവാം. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ. ഇപ്പോൾ കോഫിയുടെ സാധനങ്ങളെല്ലാം ഞാൻ ബാഗിലാക്കി ഞാൻ കാണിച്ചു തരാം. അവനെ കൊണ്ടുപോകുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ അവൻ്റെ ഒരു ബാഗൊക്കെ ഉണ്ട്. ആ ബാഗിനകത്ത് വേണം നമുക്ക് സാധനങ്ങളൊക്കെ ആക്കി കാണിച്ചു തരാം. ഇതാ എൻ്റെ ബാഗിനകത്ത് അവൻ്റെ വാട്ടർ ബോളുണ്ട്, ടോയ്സ് ഉണ്ട്, പിന്നെ സ്നാക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഫുഡ് കുറച്ച് അവിടെ ഉണ്ട്, അവിടെ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ചെറുക്കനെ പിടിക്കാനാണ് പാട്. ഇനി അവനെ പിടിക്കാൻ പാടാം, നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിൻ ജേണിയും പിന്നെ അവിടെ എന്തെങ്കിലും അവിടെ ഫിലിം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നോക്കാം. അങ്ങനെ ഫിലിം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാനതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നമുക്ക് ബ്രിസ്ബൻ സിറ്റിയിലോട്ട് പോകാം അല്ലേ? Basement 1. കോഫിയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കോഫി അവനാ വിൻഡോ തുറന്നു കൊടുത്തതിൻ്റെ സന്തോഷമാണ്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കോഫി കുട്ടാ, ഒരു രക്ഷയില്ല. അപ്പോൾ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന എങ്ങനെയാണ് കാണിച്ചു തരാവേ. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സംഭവം. ഇപ്പോൾ നമ്മുടെ കാർഡ് ഫോണിലുണ്ട്, അതിവിടെ ടാപ്പ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ഇത് സിൽമേർ സ്റ്റേഷനിലാണ്. സിൽമേർ സ്റ്റേഷനിൽ നിന്ന് റോമ സ്ട്രീറ്റിലോട്ട് നമ്മളിപ്പോൾ ട്രെയിൻ കയറി പോകും. ഇതെന്താ അറിയോ, ഇതാണ് വാട്ടർ ബബിള്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല, മിക്ക എല്ലാ പബ്ലിക് പ്ലേസസിലും ഉണ്ടാവും. പാർക്കുകളിലും സ്ട്രീറ്റ്സിലും സിറ്റീസിലും ഒക്കെ ഉണ്ടാവും. ഇതിൽ നമുക്ക് കുടിക്കാവുന്ന ക്ലീൻ വാട്ടറാണ്. നമ്മുടെ നാട്ടിലെ എയർപോർട്ടിലൊക്കെ ഉള്ളതിൽ സെയിം സാധനം തന്നെ ഇവിടെ അത് മിക്ക സ്ഥലത്തും ഉണ്ട് എന്നേ ഉള്ളൂ. ഇപ്പോൾ സിറ്റിയിലോട്ടുള്ള ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. കോഫീനെ അവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. കാണിച്ചു തരാമോ? ഇതാണ് ബ്രിസ്ബൻ ട്രെയിനിൻ്റെ പ്രത്യേകത. വീക്കെൻഡ്സിൽ വളരെ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, എന്നാൽ വീക്ക് ഡേയ്സിൽ നല്ല തിരക്കുണ്ടാവും, ഈ ഓഫീസിൽ പോകുന്നവരുടെ തിരക്കൊക്കെ ആയിട്ട്. പക്ഷെ പൊതുവെ ബ്രിസ്ബനിൽ കാസും ബസ്സസും ആണ് ഇവിടെ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനെയാട്ടോ ഇവിടുത്തെ ട്രെയിനിലെ അനൗൺസ്മെൻറ്റ്സ്. അത് ലോക്കോ പൈലറ്റ് ആയിരിക്കും അവിടുന്ന് അനൗൺസ് ചെയ്യുന്നത്. ഇവിടെ ബ്രിസ്ബനിൽ ട്രെയിൻ കമ്മ്യൂട്ടേഴ്സ് വളരെ കുറവായുണ്ട്. ഡോർസ് ഒന്നും ഓട്ടോമേറ്റഡ് അല്ല. ഇങ്ങനെ ഒരു ബട്ടൺ പ്രസ് ചെയ്താലേ തുറക്കുള്ളൂ. അത് എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. വേറെ സിഡ്നിയിലാണെങ്കിൽ അവിടെ ട്രെയിൻസ് ഭയങ്കര ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാ ഡോർസും ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ ഇവർക്ക് വേണ്ട ഓരോ സ്റ്റേറ്റിനും വേണ്ട പോലെയാണ് ഇവരുടെ ട്രെയിൻസ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്.
പിന്നെ നേരത്തെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡെബിറ്റ് കാർഡ് ടാപ്പ് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തന്നില്ലേ, അതേ സെയിം ഡെബിറ്റ് കാർഡ് തന്നെ, അല്ലെങ്കിൽ ഏത് കാർഡാണ് യൂസ് ചെയ്തത് ആ കാർഡ് തന്നെ നമ്മളിവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ്സ് ഓപ്പൺ ആവും, നമുക്ക് പുറത്തു പോകാൻ പറ്റും. ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് തരില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ടാപ്പ് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ റെയിൽവേയുടെ തന്നെ കാർഡുണ്ട്, അത് റീചാർജ് ചെയ്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. നമ്മളിപ്പോ മ്യൂസിയത്തിലേക്ക് നടക്കുകയാണ്. അഡ്ലൈറ്റ് സ്ട്രീറ്റിലോട്ട് വന്നിട്ട് അവിടെ നിന്നും പോകാനായിട്ട് അവിടെ മാപ്പ് വെച്ചിട്ട് നടക്കുന്നത്, ഗൂഗിൾ മാപ്പ് വെച്ചിട്ട്. ഈ വഴിയാണോ ആ വഴിയാണോ എന്നാണ് ഇപ്പം എൻ്റെ കൺഫ്യൂഷൻ. അവിടെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടുത്തെ ടെലിഫോൺ ലാൻഡ് ലൈനാണ്. മിക്ക എല്ലായിടത്തും തന്നെ ഉണ്ട്, ഏത് റൂറൽ ഏരിയയിലും ഉണ്ടാവും. ഫ്രീ നാഷണൽ കോൾസ് ആണ്. ഓസ്ട്രേലിയയുടെ അകത്ത് വിളിക്കണമെങ്കിൽ ഫ്രീ ആണ്, നമ്മൾ ഫോൺ എടുത്ത് വിളിച്ചാൽ മതി. പിന്നെ ഈ ഒരു ഏരിയയിൽ വൈഫൈയും ഫ്രീ ആണ്. നമ്മൾ ലോസ്റ്റ് ആവുകയാണ്, നമ്മുടെ ഫോൺ പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്പർ ആരുടെയും ഓർമ്മ ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. നമുക്ക് വേറെ ആരുടെയും ഹെൽപ്പൊന്നും ഇല്ലാണ്ട് അവരുടെ ഒന്നും ഫോൺ ചോദിക്കാണ്ട് തന്നെ കാര്യങ്ങൾ നടക്കും. അപ്പം അങ്ങനത്തെ 2 ബൂത്തായത് ഇതാ, ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മുടെ മ്യൂസിയത്തിലോട്ട് നടക്കുക. ഇവിടെ ഓസ്ട്രേലിയയിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഈ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ അവിടെ ആ പോളിൽ ഒരു ബട്ടൺ ഉണ്ടാവും, ആ ബട്ടൺ പ്രസ് ചെയ്യണം. കുറച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ വീഴും. അപ്പോൾ ഒരു സൗണ്ടും ഉണ്ട്, ആ സൗണ്ട് കേൾക്കുമ്പോഴേ നമ്മൾ നടക്കാൻ പാടുള്ളൂ. പിന്നെ പീക്ക് ടൈംസിലൊക്കെ ആണെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്യണ്ട, അത് ഓൾറെഡി ഓട്ടോമേറ്റഡ് ആയിരിക്കും. അങ്ങനെ നമ്മൾ നടന്ന് നടരാജയായിട്ട് ബ്രിസ്ബൻ സിറ്റി ഹാളിലെത്തി. ഈ സിറ്റി ഹാളിലാണ് നമ്മൾ കാണാൻ പോകുന്ന ക്ലോക്ക് ടവറും മ്യൂസിയവും. പിന്നെ എല്ലാവരും വിചാരിക്കും എന്താ ഈ ബ്രിസ്ബൻ എന്ന് പറയുന്നത്, ബ്രിസ്ബെയിൻ അല്ലേ? സ്പെല്ലിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രിസ്ബെയിൻ ആണ്, പക്ഷെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ബ്രിസ്ബൻ എന്നാണ്. ബ്രിസ്ബൻ, അങ്ങനെയാണ് ഇവിടുത്തെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബ്രിസ്ബൻ സിറ്റി ഹാളിൻ്റെ അകത്ത് കയറി. ഇത് പണി തീർക്കുന്നത് 1920s-ൻ്റെയും 30s-ൻ്റെയും ഇടയിലാണ്. ഇത് പണി തീർത്ത സമയത്ത് ഫോർ ദ നെക്സ്റ്റ് 30 years ഇതായിരുന്നു ഈ പ്രദേശത്തെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ്. ഇപ്പം നമ്മൾ ലിഫ്റ്റ് കയറി നേരെ പോകുന്നത് ക്ലോക്ക് ടവർ കാണാനും മ്യൂസിയം കാണാനുമാണ്. ക്ലോക്ക് ടവറിൽ നമുക്ക് 2:30-ക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ മ്യൂസിയം കാണാനായിട്ട്. രണ്ടും അടുത്തടുത്താണ്. ആദ്യം നമ്മൾ ക്ലോക്ക് ടവർ കാണാൻ പോകാം. ഈ സിറ്റി ഹാൾ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ആ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാനാകുന്നു. അപ്പോൾ അത് കാണാനായിട്ട് ഇന്നൊരു പഴയ ഒരു ലിഫ്റ്റിൽ കയറ്റിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. 5-6 പേർക്ക് കയറാൻ പറ്റുള്ളൂ. ഒരു പഴയൊരു ലിഫ്റ്റാണത്, പണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലിഫ്റ്റ്. അപ്പോൾ അതിനൊരു ഓപ്പറേറ്റർ ഉണ്ട്. ആ ഓപ്പറേറ്റർ ഇതിങ്ങനെ പണ്ടത്തെ ഫങ്ഷനിങ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരികയാണ്. ആ ഗൈഡ് പറഞ്ഞത് ഈ ലിഫ്റ്റ് നിൽക്കണമെങ്കിൽ ലിവർ പിടിച്ച് വലിക്കണം. ഇത് വലിച്ചു കഴിഞ്ഞിട്ട് 10 seconds കഴിഞ്ഞിട്ടേ ആ ഫ്ലോറിൽ അത് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ആ ലിവർ വലിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ മുകളിലെത്തി. എന്നിട്ട് ഗൈഡ് പറഞ്ഞു തരുമായിരുന്നു അവിടെ നിന്ന് എന്തൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ. പക്ഷെ എനിക്കങ്ങനെ നല്ലൊരു ഫുട്ടേജ് ഒന്നും കിട്ടിയിരുന്നില്ല, ഞാൻ നിന്ന പൊസിഷൻ അത്ര നല്ലതായിരുന്നില്ല. എനിവേ ഗൈഡ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇത് പണിയുന്ന സമയത്ത് ഇതായിരുന്നു ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ്. പിന്നെ ഈ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ ഒരു വലിയൊരു ബീക്കൺ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ബീക്കൺ ആയിരുന്നു എയർക്രാഫ്റ്റുകൾക്ക് അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനുള്ള ഒരു വഴി. പിന്നെ ഈ ക്ലോക്കിനകത്ത് ഇപ്പം നമുക്ക് ക്ലോക്ക് കാണിക്കത്തില്ല, നമ്മൾ ക്ലോക്ക് ടവറിൽ നിന്ന് പുറത്തൊക്കെയാണ് നോക്കുന്നത്. ഈ ക്ലോക്ക് ശരിക്കും 4 ഫേസ് ആയിട്ടുള്ള ക്ലോക്കാണ്. അത് അന്ന് പണിയുന്ന സമയത്ത് വെക്കുന്ന സമയത്ത് അത് മാനുവൽ വൈൻഡിങ് വേണ്ടാത്ത മോസ്റ്റ് മോഡേൺ ഇലക്ട്രിക് ക്ലോക്ക് ആയിരുന്നു. പിന്നെ ഞാൻ ക്ലോക്ക് ടവറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിലേക്കൂടെ ഈ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആൻറ്റിക് മ്യൂസിയം അല്ല, കുറച്ചും കൂടെ മോസ്റ്റ് മോഡേൺ ആർട്ട് വർക്ക് ഒക്കെയുള്ള മ്യൂസിയം. ഇത് ബ്രിസ്ബൻ സിറ്റിയുടെ മാപ്പാണ്. ഇത് നടുക്കൂടെ കാണുന്നത് ബ്രിസ്ബൻ റിവറാണ് അവരത് ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽസ് ബ്രിസ്ബൻ റിവറിനെ ബ്രൗൺ സ്നേക്ക് എന്ന് വിളിക്കും. അതിൻ്റെ കളറും ഏരിയൽ വ്യൂവും അതിൻ്റെ ഷേപ്പും എല്ലാം കൂടെ ആയിട്ട് ഇവിടുത്തെ ബ്രിസ്ബൻ റിവറിനെ ബ്രൗൺ സ്നേക്ക് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഞാൻ അതിലെ കൂടെ ഇങ്ങനെ ചുമ്മാ നടന്നു, ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു.
പണ്ട് ബിനാലയ്ക്ക് പോയ പോലെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഒരു പുകയായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി, കുറേ ഒന്നും മനസ്സിലായില്ല. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഫുൾ കാങ്കറി വെച്ചിട്ടുള്ള ആർട്ട് വർക്ക്. ആ, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു. നല്ലൊരു ഫ്ലോറൽ തീമിലൊരു സംഭവം. അങ്ങനെ നമ്മൾ ക്ലോക്ക് ടവർ മ്യൂസിയം ഒക്കെ കണ്ട് പുറത്ത് വന്ന് ഇങ്ങനെ ചുമ്മാ നടക്കുകയായിരുന്നു. ഇതെന്താണെന്നറിയാം, ഇതാണ് സ്കൂട്ടേഴ്സ്. ഇത് നമുക്ക് സിറ്റിയിലുള്ള ചുമ്മാ ഒരു ട്രിപ്പിനൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതെടുക്കാം. അതിനകത്ത് സ്കാനറുണ്ട്. സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് പേ ചെയ്ത് നമുക്ക് ഇത് അൺലോക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാം. എന്നിട്ട് നമ്മുടെ യൂസ് കഴിഞ്ഞ് ഇതേപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി സേഫായിട്ട് വെച്ചാൽ മതി. അപ്പോൾ അടുത്ത ആൾക്ക് യൂസ് ചെയ്യാം. കുറേ നേരം ഇങ്ങനെ ദാഹിച്ച് നടന്നുകൊണ്ട് ഞാനൊരു കാഫേ കയറിയിട്ട് ഒരു ഷേക്ക് മേടിച്ചു കുടിച്ചു. അവനെ കണ്ടോ? അതാണ് ഓസ്ട്രേലിയൻ ഐബിസ്. ഇവന്മാർ എവിടെ പോയാലും ഉണ്ടാവും, ഒരു പേടിയുമില്ല. അവിടെ തന്നെ ഇങ്ങനെ കുറേ മരങ്ങളും ബെഞ്ചസ് ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു ബെഞ്ചിൽ പോയിരുന്നു. ഒരു 1/4 മണിക്കൂർ അവിടെ ഞാൻ ചുമ്മാ ഇരുന്നു. അപ്പോഴാണ് ഞാൻ ഈ പയ്യനെ കണ്ടത്. അവൻ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ സ്കേറ്റിങ്ങിൻ്റെ എന്തൊക്കെയോ ട്രിക്സ് അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാനൊരു 1/4 മണിക്കൂർ ഇരുന്നതിൽ അവനൊരു 10-15 വട്ടം വീണിട്ടുണ്ടാകും അവിടെ. പക്ഷെ എന്നാലും അവൻ്റെ ആ കോൺഫിഡൻസ് കണ്ടോ? പിന്നെയും പിന്നെയും ട്രൈ ചെയ്ത് അവൻ അച്ചീവ് ചെയ്യാൻ നോക്കുന്നിടത്ത് എത്തുന്നവരെ അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ നോക്കിയാലും ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്കിഷ്ടപ്പെട്ടത്. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് നമ്മുടെ ലൈഫിലും വേണ്ടത്. പിന്നെ ഞാൻ അങ്ങനെ സിറ്റി കൂടെ ലക്ഷ്യമില്ലാതെ വെറുതെ അങ്ങനെ നടന്നു. നടന്ന് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. സെൻട്രലിലോട്ട് നടക്കുക. സെൻട്രൽ സ്റ്റേഷൻ. ആ സ്റ്റേഷനിലാണ് നമ്മൾ വന്നിറങ്ങിയത്. അപ്പോൾ തിരിച്ച് ആ സ്റ്റേഷനിലോട്ട് നടക്കുക. അയ്യോ, 2 അമ്മാമ്മമാരെന്ന് പറയാൻ പറ്റത്തില്ല. ഒരാൾ പ്രായമുള്ളൂ, മേ ബി മോളായിരിക്കും കൂടെ ഉള്ളത്. നല്ല രസമുണ്ട്. 2 നടന്നു പോകുന്നുണ്ടേ. ാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ.
ഞാൻ സെൻട്രൽ പ്ലാറ്റ്ഫോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് പ്ലാറ്റ്ഫോമോ ഒന്നും അറിയത്തില്ല. അവിടെ ചെന്നിട്ട് വേണം നോക്കാനായിട്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടേക്ക് ഇങ്ങനെ ഫുള്ള് പഴയ കൊളോണിയൽ ഏരിയയിലെ പിക്ചേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ. ഇപ്പം നമ്മൾ കണ്ട മോണ്യുമെൻ്റ് ഇല്ലേ, അതിൻ്റെ പിക്ചർ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ട്രെയിൻ ഏത് ലൈനിലാണെന്ന് നോക്കണം. അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോമിലെത്തി. എന്നിട്ട് ഇവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്തു. വേറൊരു സാധനം, ഇതെന്താണെന്നറിയോ? ഇത് അംബ്രല്ല റാപ്പറാണ്. നമ്മൾ നനഞ്ഞ കുടയൊക്കെ ആയിട്ടൊരു കടയിലോട്ടൊക്കെ കയറുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ നനഞ്ഞ കുടയാകുമ്പോൾ നമ്മുടെ കുട ഇതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്ലാസ്റ്റിക്കിൽ റാപ്പ് ആവും. എന്നിട്ട് നമുക്കത് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം. എന്ത് ഈസി അല്ലേ? അങ്ങനെ നമ്മൾ സിറ്റിയിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് തിരിച്ച് സിൽമേരെത്തിയിട്ടുണ്ട്. റോഷനിയുടെയും ബോസിൻ്റെയും വീട്ടിൽ അവരുടെ സ്റ്റേഷനിൽ ഇവിടുന്ന് ഞാൻ കയറിപ്പോയത്. കാർ ഇവിടെ ഇട്ടത്. അവരിപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. കോഫി അവരുടെ കൂടെയാണ്. ഇത് കഴിഞ്ഞാൽ എൻ്റെ അശ്വിനെ ഒന്ന് പിക്ക് ചെയ്യാൻ പോകണം. അശ്വിൻ സിഡ്നി പോയിരിക്കുക. അപ്പോൾ അശ്വിൻ തിരിച്ചു വരും. ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ അശ്വിനെ ഒന്ന് പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. വെറുതെ വീട്ടിലിരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഇറങ്ങി നടന്ന് കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. നിങ്ങളെയും കാണിച്ചു തരാൻ പറ്റി. അങ്ങോട്ട് പോയപ്പോൾ മുടിയൊക്കെ വെച്ചിട്ട് വലിയ സ്റ്റൈലിൽ പോയതാണ്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും എല്ലാം വാരി കെട്ടി. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ പറയാം. ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് വീഡിയോസ് ആയതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് ഇതൊക്കെ പറയും. ഇങ്ങനെ നാക്ക് കുഴയാതെ പിടിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ വീഡിയോസ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. സുഗുണം പോകരുത്. ആരെ വെയിറ്റ് ചെയ്യുന്നത്? പിന്നെ വേറെ എന്തൊക്കെ ചെവിത്തില്ല. ഗുഡ് പപ്പി, ഗുഡ് പപ്പി. കോഫി ഇതാരാ വന്ന്?